ഇടുക്കിയിലെ ഹൈറേഞ്ച് കർഷകർക്ക് പ്രതീക്ഷ നൽകുന്ന പ്രഖ്യാപനങ്ങളാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ നടത്തിയത്. നാണ്യവിളകളുടെ പുനർകൃഷിക്കും കയറ്റുമതി പ്രോത്സാഹനത്തിനുമായി പ്രഖ്യാപിച്ച പദ്ധതികൾ ഇടുക്കിയുടെ തോട്ടം മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴി തുറക്കും. ഇടുക്കിയുടെ സാമ്പത്തിക നട്ടലായ ഏലം, കുരുമുളക് കൃഷികൾക്ക് പുറമെ നാളികേരം, കൊക്കോ, കശുവണ്ടി, ചന്ദനം കർഷകർക്ക് പുതുജീവൻ നൽകുന്നതാണ് ഇത്തവണത്തെ കേന്ദ്ര ബജറ്റ്. നാളികേര പ്രൊമോഷൻ സ്കീം വഴി 10 ദശലക്ഷം കർഷകർക്ക് സഹായങ്ങൾ ലഭിക്കും. കൊക്കോ, കശുവണ്ടി കൃഷികൾ ഉപേക്ഷിച്ച കർഷകരെ തിരികെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രത്യേക മിഷനാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2030ഓടെ ഇവയുടെ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തതയിലെത്താനും ആഗോള ബ്രാൻഡുകളാക്കി മാറ്റാനുമുള്ള പദ്ധതികളാണ് നടപ്പാക്കുന്നത്. ഇടുക്കിയിൽ കൊക്കോ കൃഷിയുമായി മുമ്പോട്ടു പോകുന്ന കർഷകർക്കും പ്രഖ്യാപനം പുത്തൻ ഉണർവാണ്. ചന്ദന കൃഷിയെ പ്രോത്സാഹിപ്പിക്കുമെന്ന പ്രഖ്യാപനം മറയൂർ മേഖലയ്ക്കും ഏറെ പ്രതീക്ഷ നൽകുന്നു. ചന്ദന കൃഷിയും അതിന്റെ സംസ്കരണവും പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാനങ്ങളുമായി ചേർന്ന് പദ്ധതികൾ നടപ്പാക്കും. ഇത് മറയൂർ ചന്ദനത്തിന്റെ ഡിമാൻഡും വർദ്ധിപ്പിക്കും. കേന്ദ്ര ഗവൺമെന്റിന്റെ 2026 ബഡ്ജറ്റ് ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അന്യം തിന്നു പോകുന്ന കൊക്കോ കൃഷിയെയും അതുപോലെ തന്നെ കാഷ്യൂ കൃഷിയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന കൊക്കോ കാഷ്യൂ മിഷന്റെ പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ ചന്ദന കൃഷി ആയി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിനുള്ള പ്രൊമോഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൃഷിയിൽ ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നതിനായി ഭാരത് വിസ്താർ എന്ന AI ടൂൾ അവതരിപ്പിക്കും. അഗ്രിസ്റ്റാർക്ക് പോർട്ടലുകളെയും ICAR നൽകുന്ന ശാസ്ത്രീയ കൃഷിരീതികളെയും സമന്വയിപ്പിച്ചുകൊണ്ട് കർഷകർക്ക് മികച്ച ഉപദേശങ്ങൾ നൽകാൻ ഇതുവഴിയാകും. കൃഷിയിലെ അപകട സാധ്യതകൾ കുറയ്ക്കാനും കർഷകരെ ബോധവാന്മാരാക്കാനും ഇത് സഹായിക്കും. കൊമേഴ്സിലൂടെ ആഗോള വിപണിയിലേക്ക് പ്രവേശിക്കാൻ ഇന്ത്യയിലെ ചെറുകിട കർഷകർ, കരകൌശല വിദഗ്ധർ, സ്റ്റാർട്ടപ്പുകൾ എന്നിവരെ സഹായിക്കുന്നതിനായി കൊറിയർ കയറ്റുമതിയിൽ നൽകിയ ഇളവുകൾ ഇടുക്കിയിലെ കർഷകർക്കും ഗുണം ചെയ്യും. സുഗന്ധവ്യഞ്ജനങ്ങൾ ഇടനിലക്കാരില്ലാതെ കർഷകർക്ക് നേരിട്ട് വിപണിയിലെത്തിക്കാനും ഇതുവഴി സാധിക്കും. കാർഷിക മേഖലയ്ക്ക് പുറമെ അഡ്വഞ്ചർ ടൂറിസത്തിന് നൽകിയ പ്രത്യേക പരിഗണന മൂന്നാർ, വാഗമൺ ഉൾപ്പെടെയുള്ള ഇടുക്കിയുടെ വിനോദസഞ്ചാര മേഖലയ്ക്കും ഉണർവ് നൽകുന്നതാണ്. ജനം, ഇടുക്കി.